എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ. ഫസ്റ്റ് റിവ്യൂ യെസ്, കാങ്കുവ നാളെ റിലീസിനെത്തുകയാണ്. എൻ്റെ മോനെ എത്ര ദിവസത്തെ കാത്തിരിപ്പാന്നറിയോ? വെളുപ്പിനെ 4 മണിക്ക്. ഞങ്ങൾക്ക് 4:30-5 മണി ഒക്കെ ആവുമെന്നാണ് കേട്ടത് കേട്ടോ ഷോ. പക്ഷെ നമുക്ക് അവിടെ എത്തണമെങ്കിൽ ഒരു 4 മണിൻ്റെ മുമ്പ് പോകണ്ടേ? ഓ തീർച്ചയായിട്ടും. ഭീകരം. എന്തായാലും ഈ സിനിമ റിലീസിന് എത്തുന്നതിന് മുൻപ് തന്നെ ചില റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഒരു പോസിറ്റീവ് റിവ്യൂ. പക്ഷേ ഈ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിരിക്കുന്നത് ഇതിലെ ക്രൂവിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അതായത് ലിറിസിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മദൻ കർക്കി. മദൻ കർക്കി തന്നെയല്ലേ പറയാം? മദൻ കർക്കി ആൾ ഇതിനെ കുറിച്ചൊരു റിവ്യൂ എഴുതിയിട്ടുണ്ട്. വായിക്കാം. വാച്ച്ഡ് ദ ഫുൾ വേർഷൻ ഓഫ് കങ്കുവ ടുഡേ. I have seen each scene more than 100 times during the dubbing process. Yet the impact of the movie grows with every viewing. The grandeur of the visuals, the intricate detailing of the art, the depth of the story. അതിൽ ഓക്കെ. And the majesty of the music all combined with powerhouse performance by Surya. Okay. Making this one of the finest pieces of art created. മദൻ കർക്കി എഴുതിയിരിക്കുന്ന റിവ്യൂ ആണിത്. ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ആർട്ടിലുള്ള ഡീറ്റെയിലിങ് സൂപ്പറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിഷ്വൽസ് വേറെ ലെവലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാൻഡ് വിഷ്വൽസ് ആണെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്റ്റോറിയിലുള്ള ഡെപ്ത് അത് പറഞ്ഞു കേട്ടപ്പോൾ കുറച്ചും കൂടി അങ്ങ് പ്രതീക്ഷയായി. പിന്നെ സൂര്യയുടെ ആക്ടിങ് അതാണ്. അത് ഉറപ്പായിട്ടും മതി നമുക്കും. അതിൽ കൂടുതൽ എന്താ ആവശ്യം? പിന്നെ നമ്മുടെ സോങ്ങും തലവനെയുള്ള സോങ്ങും കൊടുക്കുന്ന പൈസക്കുള്ള മുതലാവും. പിന്നെ 3D ആ ഒരു എഫക്റ്റും ആ ഒരു വൈബും കൂടി കിട്ടുമ്പോൾ ഗംഭീരമായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇത് പോസിറ്റീവ് റെസ്പോൺസ് മാത്രമൊന്നുമല്ല കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റിവ്യൂ നെഗറ്റീവും വരുന്നുണ്ട്. ഒരു അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ടോട്ടലി നോക്കുമ്പോൾ അത് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ആള് നല്ലതും പറയുന്നുണ്ട്, മോശം പറയുന്നുണ്ട്. പക്ഷെ ആളിത് കണ്ടിട്ടൊന്നല്ല. ആള് പറയുന്ന സംഭവം കങ്കുവ ഇൻസൈഡ് ടോക്ക് എന്നുള്ള രീതിയിലാണ്. അതായത് വേറെ ആരെങ്കിലും കണ്ടിട്ട് ആളോട് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അതിന്റെ അഭിപ്രായമായിരിക്കാം. അല്ലാണ്ട് ആള് കണ്ടിട്ട് പറഞ്ഞ അഭിപ്രായം ഒന്നും അല്ല. എന്തായാലും ആള് എഴുതിയിരിക്കുന്നത് ഇതാണ്: സൂര്യ പെർഫോമൻസ് ആസ് കങ്കുവ സൂപ്പറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. കങ്കുവ കേട്ടോ, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഫ്രാൻസിസ് എന്നല്ല, കങ്കുവ മൊത്തത്തിൽ എന്നുള്ളതല്ല. അതെ. ഓവർ ഡ്രാമാറ്റിക് സീൻസ് ഉണ്ട്. ഇതൊരു നെഗറ്റീവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഓവറായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കും ഫീൽ ചെയ്യും. അതെ. പിന്നെ ഡ്രാമാറ്റിക് മാസ് സീൻസ്, ലോട്ട് ഓഫ് ആക്ഷൻ സീക്വൻസസ്, അതും ഡ്രാമാറ്റിക് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതും നെഗറ്റീവാണ്. പിന്നെ ഇമോഷണൽ സെന്റിമെന്റ് എ ബിറ്റ് ടു മച്ച് നോ. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ളത് സംഭവം കൂടുതലായിട്ടുണ്ട്. അത് മേ ബി അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. കാരണം നമുക്ക് ഒട്ടും ഇത് കണക്ട് ആവുന്നില്ലെങ്കിൽ അത് അങ്ങനത്തെ ഇമോഷൻ, ചില ഇമോഷൻസ് ഒക്കെ അങ്ങനെയാണ്. നമുക്ക് ചിലത് നന്നായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വലിയ കുഴപ്പമുണ്ടാവൂല. പക്ഷെ കണക്ട് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പാളിച്ചയായിരിക്കും. അപ്പോൾ അത് നെഗറ്റീവ് ആവും. ഇത് കണക്റ്റ് ആവുക എന്നുള്ളതിലാണല്ലോ കാര്യം. തീർച്ചയായിട്ടും. കണക്റ്റ് ആയാൽ പോസിറ്റീവാണ്, കണക്റ്റ് ആയില്ലെങ്കിൽ നെഗറ്റീവാണ്, ഉറപ്പാ. പിന്നെ ഫ്രാൻസിസ് ലിങ്ക് ടു കങ്കുവ വിൽ ബി ഗുഡ്. അത് നല്ല സാധനമാണ്. അപ്പം അത് കണക്ഷൻ പോയിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട്. നല്ല കണക്ഷൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ലിങ്ക് അടിപൊളി ആയിരിക്കും എന്നുള്ളതാണ് ആൾ പറയുന്നത്. പിന്നെ മറ്റൊരു പോയിന്റാണ്, സ്റ്റോറി വിൽ റിമൈൻഡ് യു ഓഫ് അതർ ഫിലിംസ്. ഇടമറിവ് പല ചിലപ്പോൾ പറയാൻ പറ്റില്ല, വേറെ സിനിമകളെയും ഓർമ്മിപ്പിച്ചേക്കാം. എന്താണെങ്കിലും പീരിയോഡിക് അല്ലേ, അപ്പൊ അതിൻ്റെതായ ഇതൊക്കെ നമുക്ക് തോന്നും, സ്വാഭാവികം. പിന്നെ അടുത്തത് ഗുഡ് VFX ബട്ട് ഇനീഷ്യൽ ക്യാമറ വർക്ക് കുഡ് ഹാവ് ബീൻ ബെറ്റർ. അപ്പോൾ തുടക്കത്തിലുള്ള ക്യാമറ വർക്കൊക്കെ നന്നാക്കാനെന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ VFX അടിപൊളിയാണെന്ന്. VFXിലായിരുന്നു നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലതാണെന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. നമ്മൾ സെക്കൻഡ് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് VFXിലാണ് കുറച്ചും കൂടി പേടി വന്നിട്ടുള്ളത്. സംഭവം ഇപ്പോൾ ആളിത് വെറുതെ തട്ടിവിട്ടതായിട്ടാണ് തോന്നുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ.
അല്ലെങ്കിൽ അത് നല്ലതായിരിക്കാം, ആയിരിക്കാം, നോക്കാം. യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ സെറ്റ് അല്ലേ? പിന്നെന്താ? വെർഡിക്റ്റ് വിൽ നോട്ട് എക്സൈറ്റ് ഓഡിയൻസ് ലൈക്ക് അതർ പീരിയോഡിക് ഫിലിംസ് ബട്ട് എ പൊട്ടൻഷ്യൽ ഹിറ്റ് പോസിബിൾ ഫോർ സൂര്യ. ഇതാണോ വെർഡിക്റ്റ്? ഇതിന് താഴെ കമൻസ് ഒന്നുണ്ട്. ഇൻസൈഡ് ടോക്ക് അല്ല, സ്റ്റൊമക് ഫയർ ആണ്. ഇൻസൈഡ് യുവർ സ്റ്റൊമക് ടോക്ക്. ഇത് അടുത്തത് എന്താണെങ്കിലും അല്ല, നമ്മള് ഒരു സിനിമയ്ക്ക് പോകുമ്പോ എപ്പോഴും 100% അത് മാത്രം വിചാരിച്ച് പോവാണ്ടിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഇതിന് ഇന്ന വശങ്ങൾ ചിലപ്പോൾ ശരിയായില്ല, അല്ലെങ്കിൽ ശരിയാകൂലായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് തന്നെ പോവാ. അപ്പൊ പിന്നെ വലിയ പ്രശ്നം ഒരു ബ്രഹ്മാണ്ഡ ഫീല് അത് ഉറപ്പാ ഈ സിനിമക്ക് തരാൻ പറ്റും. അത് ഉറപ്പാ. തീർച്ചയായിട്ടും നമുക്കൊരു വേറൊരു ലോകം തന്നെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട് അവര്. അത് 100% നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾക്ക് അത് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളിടത്താണ് സിനിമേന്റെ വിജയം. പിന്നെ ഈ ഇൻസൈഡ് ടോക്സ് എന്ന് പറഞ്ഞ് പുറത്തു വരുന്നത് നമുക്ക് പരിപൂർണമായി തള്ളിക്കളയാനും പറ്റില്ല കേട്ടോ. അതെ, പല സംഭവങ്ങളും ഇവരറിഞ്ഞു തന്നെയാണ് ഇത് എഴുതുന്നത്. പല സമയങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അറിയാൻ പറ്റും, പലതും നമുക്ക് അറിയാൻ പറ്റും. അത് ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. തീർച്ചയായിട്ടും പലതും നമ്മൾ അറിയുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പലതും പറയാറില്ല. പക്ഷെ അങ്ങനെ പുറത്ത് പറയാൻ താല്പര്യമുള്ളവർ അങ്ങ് പുറത്ത് വിട്ട് ആകെ സ്പോയിലറാക്കും. ഇതിനകത്ത് ഇപ്പൊ എന്താണെന്നറിയോ, രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഇത് ആള് പറഞ്ഞ ഇൻസൈഡ് ടോക്സ് ആണെങ്കിൽ പോലും അതിനകത്ത് ഭയങ്കര മോശം എന്നുള്ള സാധനമൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. അത് പല സാധനങ്ങളും ഗംഭീരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ചിലതൊക്കെ ഏതൊരു സിനിമയിലും ചില കാര്യങ്ങളൊക്കെ വീക്കായിട്ടുണ്ടാവും. എനിക്ക് കുറച്ചൊക്കെ ഇത് വിശ്വസിക്കാൻ തോന്നുന്നു. ഇതിന്റെ സെക്കൻഡ് ട്രെയിലറും ഒക്കെ കണക്ട് ചെയ്ത് സെക്കൻഡ് ട്രെയിലറിലേക്ക് പോകുമ്പോ കറക്റ്റ്, അതായത് ഫ്രാൻസിസിന്റെ അത് എടുത്ത് പറയുന്നുണ്ട്. കണക്ഷൻ ഓക്കെയാണ്, സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഫ്രാൻസിസിന്റെ പോർഷൻ നല്ലതാണെന്നുള്ള രീതിയിൽ ഇത് എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. ഇല്ല, അത് അല്ല, റിലീസ് ട്രെയിലറിലും അത് അങ്ങനെ തന്നെയാ. നമുക്കൊരു ഫ്രാൻസിസിന്റെ ഭാഗമാണ് കുറച്ച് മോശമായിട്ട് തോന്നിയത്. മോശമാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്താണ്, കാത്തിരിക്കാം. എന്തായാലും നാളെ സിനിമ റിലീസിനെത്താണ്. ആഘോഷം ആ ഒരു മൈൻഡിൽ മാത്രമാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ശരിക്കും ആസ്വദിച്ചിട്ട് വരാം. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.